നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ ജോർജ്, നിങ്ങളൊരു മന്ത്രിയാണ്. പാർട്ടിയുടെ നാലാംകിട ഗുണ്ടകളെ പോലെ വർത്തമാനം പറയരുത്. ആരോഗ്യ വകുപ്പിനെതിരെ ആളിക്കത്തുന്ന പ്രതിഷേധം തെരുവിൽ നടക്കുമ്പോൾ വീണ ജോർജ് ലേഡി പിണറായി കളിക്കുന്നു. നിങ്ങളുടെ പിടിപ്പുകേടിനെതിരെയാണ് പ്രതിഷേധക്കാർ വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ തറ ഗുണ്ടായിസം കാണിക്കരുത്. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നും വേണ്ട, പാർട്ടിക്കാർ നോക്കിക്കോളുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് എന്തോ കേമത്തം പോലെ പറഞ്ഞതാണ്. അതെന്താ, വിജയന്റെ പോലീസിനെ മന്ത്രിക്ക് വിശ്വാസമില്ലേ? അതോ ലേഡി പിണറായി കളിയാണോ ഇതൊക്കെ? യൂത്ത് കോൺഗ്രസുകാർ വീണ ജോർജിനെ വളഞ്ഞു പ്രതിഷേധിക്കുകയാണ്. കരിങ്കൊടിയും കാണിച്ച് സമരവേലിയേറ്റം. തന്നെ വളയുന്ന യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐയെ ഇറക്കി നേരിട്ടോളാമെന്ന ലൈനാണോ മന്ത്രിനിക്ക്? പിണറായിക്കും ഇതേ ധാർഷ്ട്യമാണല്ലോ. 40 വണ്ടി പോലീസ് ചുറ്റുമുണ്ടെങ്കിലും പാർട്ടിക്കാരുടെ പ്രൊട്ടക്ഷൻ വേണം. പ്രതിഷേധക്കാർ വന്നാൽ SFI DYFIക്കാരെ ഇറക്കി ചെടിച്ചട്ടിക്കും ഹെൽമറ്റിനും തല തല്ലി പൊളിക്കുക, എന്നിട്ട് രക്ഷാപ്രവർത്തനമാണെന്ന് വാദിക്കുക. അതേപോലെ പാർട്ടിക്കാർ നോക്കിക്കോളും എന്നാണ് വീണ ജോർജും തള്ളുന്നത്. പ്രതിഷേധക്കാരെ AKG സെന്ററിലെ ഗുണ്ടകൾ നേരിട്ടോളും, പോലീസ് വായും പൊളിച്ച് നിന്നോളാനാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ഉണ്ട്, ഇറങ്ങി നിന്ന് അതിനു വേണ്ടിട്ടാ ഇങ്ങോട്ട് വരാൻ വിളിക്കുന്നു. നിങ്ങൾ പറയണ്ടേ? അതിലൊന്നും ഭയന്ന് ഓടുന്ന ആളല്ല. ഇവിടെ ഉണ്ട് ഞാൻ. ഇരവിപേര് പോവാണ്. അവിടെ YMA ലൈബ്രറിയുടെ പരിപാടിയാണ്. അതിനുശേഷം പത്തനംതിട്ട ടൗണിൽ കാണും. എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവരും നിങ്ങളും കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവര് വന്നിട്ട് അവര് പോയി കഴിഞ്ഞ് ഞാൻ വന്നു എന്ന് പറഞ്ഞത് ശരിയാണോ? നിങ്ങളോടല്ലേ അവര് പറഞ്ഞിട്ട് വരിക. അവര് ഫോൺ ചെയ്തിട്ടല്ലല്ലോ, എന്നെ ഫോൺ ചെയ്തിട്ടല്ലേ വരിക. ഒരു പോലീസ് സന്നാഹവും വേണ്ട, പാർട്ടി പ്രവർത്തകര് അവിടെ ഉണ്ടാകും. അതില് ഒരു പ്രശ്നവും ഇല്ല. അത് അവരുടെ അജണ്ടയാണ്. എന്തുകൊണ്ടാണ്? കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിലെ കുത്തകകൾ വന്ന് ഇവിടെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. ആ കുത്തകകൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാർ ആരോഗ്യ മേഖലയിൽ ആശ്രയിക്കുന്നത് സാധാരണക്കാരാണ്. നിസ്സഹായരായിട്ടുള്ള, ശബ്ദമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ ആശ്രയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാകണം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ലഭ്യമാക്കാത്ത ആർക്കെതിരെയും ഡയലോഗ് അടിയൊക്കെ കൊള്ളാം സഖാത്തി. ഈ വാചകമടി ചെയ്യുന്ന ജോലിയിൽ കാണിച്ചിരുന്നുവെങ്കിൽ വകുപ്പ് എന്നേ രക്ഷപ്പെട്ടേനെ. വീണ ജോർജിനോട് പറയാനുള്ളത്, നിങ്ങളൊരു മന്ത്രിയാണ് എന്ന ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടാകണം. AKG സെന്ററിൽ നിന്നല്ല വീണ ജോർജിന് ശമ്പളം തരുന്നത്, സർക്കാർ ഖജനാവിൽ നിന്നാണ്. നിങ്ങളുടെ പ്രൊട്ടക്ഷൻ നോക്കേണ്ടത് പോലീസാണ്, അല്ലാതെ തെരുവ് ഗുണ്ടകളല്ല. ലേശം വകതിരിവോടെ സംസാരിക്കാനെങ്കിലും പഠിക്കണം. എന്നാ പിന്നെ മന്ത്രിമാർ പോകുന്നിടത്തെല്ലാം 2 വണ്ടി AKG സെന്ററിലെ ഗുണ്ടകളെയും കൊണ്ടുപോകും. അല്ല, വിജയൻ സാറിന്റെ പോലീസിൽ വകുപ്പ് മന്ത്രിമാർക്ക് പോലും വിശ്വാസമില്ലല്ലോ. എന്നിട്ടും തള്ളുന്നത് ആഭ്യന്തരം ഉരുക്കാണെന്നാണ്. വീണ ജോർജിനും ആരോഗ്യ വകുപ്പിന് നേരെ പ്രതിഷേധം ശക്തമായതോടെ മന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വീട്ടിലും സുരക്ഷ ശക്തമാക്കി. എന്നാൽ എനിക്ക് പോലീസ് സുരക്ഷ വേണ്ട എന്നാണ് തള്ള്. പാർട്ടിക്കാർ ഇറങ്ങുമെന്ന്. ഇത് ഭീഷണിയാണെങ്കിൽ പേടി വരുന്നില്ല മിനിസ്റ്ററെ, പരമപുച്ഛമാണ് തോന്നുന്നത്. ആരോഗ്യ വകുപ്പിലെ പിടിപ്പുകേടുകൾ ഒന്നൊന്നായി പുറത്തു വന്നതോടെ വീണ ജോർജിനെ കയറി വളഞ്ഞു വെള്ളം കുടിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ. പക്ഷെ മാധ്യമങ്ങളോടും ധാർഷ്ട്യം. ഞാനും ഈ പണി കഴിഞ്ഞിട്ടാണ് വന്നത്, മാധ്യമ പ്രവർത്തനം എന്നെ പഠിപ്പിക്കല്ലേന്ന്. നിങ്ങളും പ്രതിഷേധക്കാരും ഒത്തോണ്ടല്ലേ ഇത് നടക്കുന്നത് എന്നാണ് മാധ്യമങ്ങളോടുള്ള ധാർഷ്ട്യം. ചോദ്യത്തിന് ഉത്തരം പറയാനില്ല. അണ്ണാക്കിലെ പിരിവെട്ടിയതിന് മാധ്യമങ്ങളോട് വിരട്ട്. വീണ ജോർജ് മാധ്യമ പ്രവർത്തനം കഴിഞ്ഞായിരിക്കും വന്നത്. പക്ഷേ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമാണ് വേണ്ടത്, അല്ലാതെ നിങ്ങളുടെ ഹീറോയിസം കാണാനല്ല ജനം ഇരിക്കുന്നത്. വീണ ജോർജിന്റെ കുടുംബത്തിലെ കാര്യമല്ല ചോദിച്ചത്, ഉത്തരം പറയാൻ സൗകര്യമില്ല എന്നുള്ള ധാർഷ്ട്യം കാണിക്കാനായിട്ട് ആരോഗ്യ വകുപ്പിന്റെ കാര്യമാണ് ചോദിച്ചത്. അതിന് ഉത്തരം തന്നേ മതിയാകൂ. അതിനാണ് നിങ്ങളെ ആ കസേരയിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത്. വകുപ്പിൽ കയറിയ കാലം മുതൽ വീണ ജോർജ് അങ്ങ് ഷോയാണ്. ആദ്യമൊക്കെ പ്രതിഷേധക്കാർ വരുമ്പോൾ, വാഹനം വളയുമ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി കയ്യും കെട്ടി നിന്ന് അങ്ങ് ഷോ കാണിക്കലായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രതിഷേധക്കാരെ പേടിച്ചോട്ടമാണ്. അല്ലെങ്കിൽ പ്രതിഷേധക്കാർ വന്നു പോയതിനു ശേഷമാണ് മന്ത്രിനി എത്തുന്നത്. കോട്ടയത്ത് കെട്ടിടം തകർന്ന് വീണ് സ്ത്രീ മരിച്ചപ്പോൾ മാധ്യമ ചോദ്യങ്ങൾ പേടിച്ച് തലകറങ്ങി വീണ് നാടകം കളിച്ച ആളാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രതിഷേധക്കാർക്ക് മുന്നിലും ബാലയ്യ കളിക്കാൻ നിൽക്കുന്നത്. സമരച്ചാലുകൾ നീന്തി കയറിയവരാണെന്ന് തള്ളുന്നവരാണ് ഇപ്പോൾ പ്രതിഷേധങ്ങളും സമരങ്ങളും കാണുമ്പോൾ ഭയക്കുന്നത്. പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസ് വേണ്ട, പാർട്ടിക്കാർ മതിയെന്ന് വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത് സമരങ്ങൾ പേടിച്ചല്ലേ എന്ന് പരിഹാസം വരുന്നു.
കഴിഞ്ഞ ദിവസമായിരുന്നു വീണ ജോർജ് പോലീസിനെ ഊശിയാക്കി പാർട്ടിക്കാർ നോക്കിക്കോളും എന്ന ഡയലോഗ് അടിച്ചത്. ഇതിനുശേഷം എയറിൽ കയറിയത് ആഭ്യന്തര വകുപ്പും. വകുപ്പ് മന്ത്രിമാർക്കും വിലയില്ലാത്ത ആഭ്യന്തര വാഴയെന്ന് കട്ട പരിഹാസമാണ് വരുന്നത്. അല്ലെങ്കിലും പലയിടത്തും പോലീസ് നോക്കുകുത്തികളാകുന്നത് നമ്മൾ കാണുന്നതാണല്ലോ. യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ സമരം നടക്കുമ്പോൾ പോലീസിന്റെ കയ്യിൽ നിന്ന് ലാത്തി പിടിച്ചു വാങ്ങി പോലീസിനെ തന്നെ തല്ലിച്ചതയ്ക്കുന്ന SFI ഗുണ്ടകൾ. തല്ലുകൊണ്ട് പോലീസ് ഓടുന്നു. തല്ലിയവന്മാരെ കൈവയ്ക്കാൻ പോലും പോലീസിന് കഴിയുന്നില്ല. നവകേരള സദസ്സ് നടന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തെ മുഖ്യമന്ത്രി പിണറായി നേരിട്ടത് പാർട്ടി ഗുണ്ടകളെ ഇറക്കിയായിരുന്നല്ലോ. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ ഗുണ്ടായിസം കാണിക്കുമ്പോൾ വകുപ്പ് മന്ത്രിമാർ അതേ പാത പിന്തുടരില്ലേ? പ്രതിഷേധക്കാരെ നേരിടാനായിരിക്കും വീണ ജോർജ് കാപ്പ കേസ് പ്രതികളെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് എന്ന് ജനങ്ങൾ കട്ടപരിഹാസമാണ് ഉയർത്തുന്നത്. അതായത് മുൻപ് പത്തനംതിട്ട ജില്ലയിൽ ഒരു പരിപാടിയിൽ വെച്ച് കുറച്ചധികം ചെറുപ്പക്കാരെ മാലയിട്ട് സ്വീകരിച്ച് പാർട്ടിയിലേക്ക് എടുത്തിരുന്നല്ലോ വീണ ജോർജ്. പിന്നീടാണ് സത്യങ്ങൾ പുറത്തു വന്നത്. കാപ്പ കേസ് പ്രതികൾ ഉൾപ്പെടെയായിരുന്നു ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവരെയൊക്കെയാണ് മാലയിട്ട് സ്വീകരിച്ചത്. ആരോഗ്യ വകുപ്പിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധങ്ങൾ സ്വകാര്യ ആരോഗ്യ മേഖലയിൽ നിക്ഷേപം നടത്തിയ കുത്തകകൾക്ക് വേണ്ടിയാണെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത്. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും അതിനെതിരെ ആരും ശബ്ദിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. തനിക്കൊരു പോലീസ് സന്നാഹവും വേണ്ടെന്നും പാർട്ടി പ്രവർത്തകർ തന്റെ കൂടെ ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതായത് എന്റെ പ്രൊട്ടക്ഷൻ ഞാൻ പാർട്ടിക്കാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന്, പോലീസ് എന്റെ കൂടെ വരണ്ട എന്നൊക്കെയാണ് തള്ളിമറിച്ചിരിക്കുന്നത്. പിന്നെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവുകളെ കുറിച്ച് മന്ത്രി പറയുമ്പോൾ അതിനെക്കുറിച്ച് ആരാണ് ഇവിടെ അന്വേഷിക്കേണ്ടത്? ഇവിടുത്തെ ജനങ്ങളാണോ ആ സ്വകാര്യ ആശുപത്രികളിൽ ഗുരുതര പിഴവുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അതിനെതിരെ നടപടിയും സ്വീകരിക്കേണ്ടത്? നിങ്ങളല്ലേ അതിൽ നടപടി സ്വീകരിക്കേണ്ടത്? നിങ്ങളല്ലേ ആരോഗ്യ വകുപ്പ് മന്ത്രി? എന്നിട്ട് വന്നിരുന്ന് മാധ്യമങ്ങളോട് ചോദിക്കുകയാണ് സ്വകാര്യ ആശുപത്രികളിലെ പിഴവുകളെ കുറിച്ച് ആരും ഒന്നും റിപ്പോർട്ട് ചെയ്യാത്തത് എന്താണ് എന്ന്. പിന്നെ നിങ്ങൾ എന്തിനാണ് ആ കസേരയിൽ കയറിയിരിക്കുന്നത്? എന്ത് കിഴങ്ങ് പറിക്കാനാണ്? മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ എന്നായിരുന്നു മന്ത്രിയുടെ മറുചോദ്യം. അതായത് അണ്ണാക്കിലെ പിരിവെട്ടിയപ്പോൾ പിന്നെ എന്തെങ്കിലും പറയണമല്ലോ. പിന്നാലെ പത്തനംതിട്ട ജില്ലയിൽ ആരോഗ്യ വകുപ്പ് നടപ്പാക്കിയ വിവിധ വികസന പദ്ധതികളും മന്ത്രി അങ്ങ് എണ്ണി പറയുകയായിരുന്നു. ചോദിച്ച ചോദ്യത്തിനൊന്നുമല്ല മറുപടി പറയുന്നത്. വീണ്ടും അങ്ങ് വികസനത്തിന്റെ കാര്യങ്ങൾ എടുത്തിട്ട് തള്ളും. 10 വർഷം മുൻപ് ജില്ലാ ആശുപത്രിയിൽ ഹൃദ്രോഗ വിഭാഗമുണ്ടായിരുന്നു. റാന്നിയിലും കോലഞ്ചേരിയിലും ആശുപത്രി കെട്ടിടം, കോന്നി മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ് എന്നിവയെല്ലാം ഏത് കാലത്താണ് നടന്നത്? മന്ത്രി ചോദിച്ചു. സർക്കാർ ആരോഗ്യ മേഖലയെ ആശ്രയിക്കുന്നത് സാധാരണക്കാരാണ്, നിസ്സഹായരായവരാണ് അവർക്ക് പൂർണ്ണമായ ചികിത്സ ലഭ്യമാകണം. അങ്ങനെ ലഭ്യമാകാത്ത ആർക്കെതിരെയും നടപടി ഉണ്ടാകും. സ്വകാര്യ ആരോഗ്യ മേഖലയെ കുത്തകകൾക്ക് വിലയ്ക്ക് വാങ്ങി അവർക്ക് വേണ്ടിയാണ് പ്രതിപക്ഷം സമരം നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളിൽ പ്രതിപക്ഷം ശബ്ദിക്കാത്തത് എന്തുകൊണ്ടാണെന്നും മന്ത്രി ചോദിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇതുപോലെ കത്രിക കുടുങ്ങിയിട്ട് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റാണ് അത് പുറത്തെടുത്തത്. അതിലൊരാൾക്കും ഒന്നും ശബ്ദിക്കാനില്ല. ആരോഗ്യരംഗത്ത് നിക്ഷേപം നടത്തിയിരിക്കുന്ന കുത്തകകളെ സഹായിക്കുന്ന നിലപാടാണ് VD സതീശനും കൂട്ടരും സ്വീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നല്ല ബെസ്റ്റ് മന്ത്രിയാണ്. സ്വകാര്യ ആശുപത്രികളിൽ ഗുരുതര പിഴവുകൾ നടക്കുന്നതെങ്കിൽ നിങ്ങളത് ജനങ്ങളോട് പറയാതെ നിങ്ങളല്ലേ അതിൽ പരിഹാരം കണ്ടെത്തേണ്ടത്? അതൊന്നും ചെയ്യാതെ ഇവിടെ വന്നിരുന്ന് അങ്ങനെ സംഭവിക്കുന്നില്ലേ, ഇങ്ങനെ സംഭവിക്കുന്നില്ലേ, ഞങ്ങൾ വികസനം നടത്തിയില്ലേ എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് പറയുന്നത്. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ വീണ ജോർജ് പറയുന്നത് പയർ അഞ്ഞാഴി എന്നാണ്. ഇതിനിടെ വീണ ജോർജിനെതിരെ വലിയ പ്രതിഷേധം കടുത്തതോടെ മന്ത്രിക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു ഗതികേടാണ് വന്നിരിക്കുന്നത്. എന്നാൽ മന്ത്രിയെ താങ്ങി വന്നിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ സ്ത്രീയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയത് വളരെ ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തള്ള്. അതായത് 1011ാമത്തെ ഒറ്റപ്പെട്ട സംഭവം. വീഴ്ചയൊക്കെ സ്വാഭാവികമാണെന്നും അതുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്നും ഈ സംഭവം മാത്രം പർവ്വതീകരിക്കേണ്ട ആവശ്യമില്ലെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ലേശമെങ്കിലും ഉളുപ്പ് കാണിക്കണം നിങ്ങൾ. ഒറ്റപ്പെട്ട സംഭവമാണോ ഇത്? എത്രയോ സംഭവങ്ങൾ, ഈ ചികിത്സാ വീഴ്ചയുടെ എത്രയോ സംഭവങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ട് തേടി എന്നല്ലാതെ വീണ ജോർജ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? പിന്നെ വയറ്റിലൊക്കെ കത്രിക കുടുങ്ങുന്നത് നിസ്സാര വിഷയമാണോ ഗോവിന്ദ? നിങ്ങൾ വെറുതെ ഒരു കത്രിക എടുത്ത് വിഴുങ്ങി നോക്ക്. 5 അല്ല 50 കൊല്ലാതെ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരിക്കുമോ? അതോ അത് എത്രയും പെട്ടെന്ന് പുറത്തെടുക്കാനുള്ള നീക്കമാണോ നടത്തുക? എന്നിട്ട് ഇതൊക്കെ നിസ്സാര സംഭവമാണെന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. ഒരു ഓപ്പറേഷന് ഇങ്ങനെ ഉണ്ടായെന്ന് വെച്ച് ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടല്ലോ, അതിനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതൊന്നും കാണാതെ ഇത് മാത്രം പർവ്വതീകരിക്കേണ്ട ആവശ്യമില്ല.
തുടർച്ചയായി വീഴ്ചകളൊന്നുമില്ല, ഒന്നോ രണ്ടോ ഉണ്ടാകും. ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടക്കുന്ന സംസ്ഥാനമല്ലേ കേരളം. അതിൽ 2 എണ്ണം ചൂണ്ടിക്കാട്ടി എല്ലാം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾക്ക് സർക്കാരിനെതിരെ വാർത്ത സൃഷ്ടിക്കണം. വീഴ്ചയുണ്ടായതുകൊണ്ടാണല്ലോ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തത്. ഇത് വളരെ വളരെ ഒറ്റപ്പെട്ട സംഭവമാണ്. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു തരത്തിലുമുള്ള ഒറ്റപ്പെട്ട സംഭവവും ഇനി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലോടെ ഓരോ വകുപ്പുകളും മുന്നോട്ട് പോകണം. ആരോഗ്യ മേഖല സെൻസിറ്റീവായ മേഖലയാണ്. അതിനാൽ വളരെ ശ്രദ്ധയോടെ ആരോഗ്യ മേഖല പോകുന്നത്. എന്നാൽ ഇങ്ങനെ അപൂർവമായ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കാനുള്ള മുൻകരുതലോടുകൂടി മുന്നോട്ട് പോകുമെന്നാണ് സർക്കാരും മന്ത്രിയും തീരുമാനിച്ചതെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. ഡോക്ടറെ സസ്പെൻഡ് ചെയ്താൽ ഡോക്ടർമാരുടെ സംഘടന പ്രതിഷേധിക്കുമെന്നും അത് ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. യൂത്ത് കോൺഗ്രസ് മന്ത്രിയുടെ വീട്ടിൽ റീത്ത് വെച്ചതടക്കമുള്ള സംഭവങ്ങൾ UDFന്റെ അറിവോടെയാണെന്നും കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും ഗോവിന്ദൻ ആരോപിച്ചു. പല സ്ഥലത്തും റീത്ത് വെക്കുന്നുണ്ടെങ്കിലും ഞങ്ങളാണ് റീത്ത് വെക്കുന്നതെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ആദ്യമായി റീത്ത് വെച്ചത് യൂത്ത് കോൺഗ്രസ് ആണ്. യൂത്ത് കോൺഗ്രസുകാർക്ക് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൽ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ നില തുടർന്നാൽ സ്വാഭാവികമായും വരുന്നത് ഇതിന്റെ ഭാഗമായുള്ള പ്രതികരണം കൂടിയാകും. അപ്പോൾ അത് വലിയ സംഘർഷത്തിലേക്കാകും എത്തുക. സംഘർഷം ഉണ്ടാക്കാനാണ് യൂത്ത് കോൺഗ്രസും UDFും ശ്രമിക്കുന്നത്. കേരളം സമാധാന അന്തരീക്ഷത്തിൽ പോകുകയാണ്. അതിനെ തകർക്കാനുള്ള ഗൂഢാലോചന കൂടി ഇതിന് പിന്നിലുണ്ട്. ഇത് UDF അറിയാതെ നടക്കില്ല. അവർ കൂടി അറിഞ്ഞു നടക്കുന്നതാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. എന്നാലും ഗോവിന്ദ, ഇതൊക്കെ നിസ്സാര വിഷയമാണെന്ന് പറയാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അത് സമ്മതിക്കണം. നിങ്ങൾക്കൊക്കെ നല്ല നമസ്കാരം. ഒരു സ്ത്രീ 5 വർഷമാണ് കത്രികയും കൊണ്ട് നടന്നത്. അത് കണ്ടുപിടിക്കാൻ പോലും വളരെ വൈകി. എന്നിട്ട് ഇപ്പോൾ ആ കത്രികയുടെ ഒരു ഭാഗം ഇത്ര കാലം വയറ്റിൽ കിടന്നതുകൊണ്ട് അതിന്റെ അഗ്രഭാഗം ഒടിഞ്ഞു എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഗുരുതരമായ ഒരു സംഭവത്തെയാണ് ഇവരിങ്ങനെ നിസാരവൽക്കരിച്ച് പറയുന്നത്. ഗോവിന്ദനോട് പറയാനുള്ളത്, ഇത് പർവ്വതീകരിച്ച് കാണിക്കുന്നതല്ല. ചികിത്സാ പിഴവുകൾക്ക് ഒരറുതി വരണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. എത്ര ഗുരുതര സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കാർക്കുമല്ല ഒന്നും പോകുന്നത്, ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്കാണ്. നിങ്ങളുടെ മന്ത്രി തന്നെ പറഞ്ഞല്ലോ, സാധാരണക്കാരാണ് ആശുപത്രികളിലേക്ക് എത്തുന്നതെന്ന്. അപ്പോൾ അവർക്ക് സുരക്ഷ വേണ്ട എന്നാണോ? കത്രികയും പഞ്ഞിയും ഗൈഡ് വയറും ഒക്കെ അവരുടെ വയറിലും നെഞ്ചിലും ഒക്കെ വെച്ച് അങ്ങ് തുന്നിക്കെട്ടാമെന്നാണോ? അവർക്ക് ചോദിക്കാൻ ആരുമില്ല എന്നാണോ? ഗുരുതര പിഴവുകൾ ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അല്ലാതെ അതിൽ നിങ്ങൾക്ക് കുരു പൊട്ടിയിട്ട് ഒരു കാര്യവുമില്ല. മറിച്ച് വേറെ ഏതെങ്കിലും ഈ UDFന്റെ സർക്കാരിന്റെ കാലത്താണ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ കേരളം കത്തിച്ചേനെയല്ലോ. എന്നിട്ടാണ് വന്ന് നിന്ന് നിസാരവൽക്കരിക്കുന്നത്. എന്തായാലും വീണ ജോർജിന് കോളാണ്. വീണ ജോർജ് വരെ സമനില തെറ്റിയിട്ടിപ്പോൾ തറ ഗുണ്ടകളെ പോലെയാണ് പ്രതികരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.